ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഈ വണ്ടി കാണുമ്പം നിങ്ങൾക്ക് വളരെ ബോക്സി ആയിട്ട് ഇരിക്കുന്ന ഒരു എസ് യു പോലെയൊക്കെ തോന്നുമായിരിക്കും. എം ജിയുടെ ലോഗോയും ഉണ്ട്. ഏത് വണ്ടിയാണ് എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. അതുപോലെ നമ്മൾ എന്തിനാണിപ്പം ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് എന്നും ആയിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഇത് എം ജിയുടെ പുതിയ സൈബർ എക്സ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വാഹനമാണ്. ഇപ്പം നടക്കുന്ന ഷങ്കായ് ഓട്ടോ എക്സ്പോയിലാണ് ഇവരിത് കാണിച്ചിരിക്കുന്നത്. എം ജി ഏതായാലും അവരുടെ സൈബർ സ്റ്റാർ ഇന്ത്യയിൽ ഇറക്കാൻ പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇനിയും അവരുടെ പ്രീമിയം പ്രൊഡക്ട്സും വരും എന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ വാഹനത്തിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇന്നത്തെ കാലത്ത് വണ്ടികളൊക്കെ വളരെ ബോറിംഗ് ആയിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവരുടെ വാഹനത്തിൻ്റെ ഈ ഒരു ഡിസൈൻ സ്ട്രാറ്റജി കണ്ടാൽ തന്നെ നമുക്ക് കുറച്ച് വ്യത്യസ്തത തോന്നും. കാണുമ്പം ചിലപ്പോൾ ഇതൊരു ലാൻഡ് റോവർ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈൻ അല്ലേ, എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ എന്നാൽ ഒരുപാട് സാധനങ്ങൾ ഈ വാഹനത്തിൽ അല്ലാതെ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പോപ്പപ്പ് ഹെഡ്ലൈറ്റ്സ് തന്നെ നിങ്ങൾ കണ്ടില്ലേ, അത് ആക്ച്വലി പോപ്പപ്പ് ഹെഡ്ലൈറ്റ്സ് ആണ്. അത് ഒരുപാട് കാലം മുന്നേ പെഡസ്ട്രിയൻ റെഗുലേഷൻസ് ഒക്കെ വന്നപ്പോൾ കമ്പനികൾക്ക് എടുത്ത് കളയേണ്ടി വന്നൊരു സംഭവമാണ്. പണ്ടത്തെ വാഹനങ്ങളുടെ ഒരു ട്രേഡ് മാർക്ക് ആയിരുന്നു അത്. ഫെറാറീസിലൊക്കെയാണ് അത് ആദ്യം വന്നു തുടങ്ങിയത്. അത് ഈ വാഹനത്തിൽ അവർ ഈ ഒരു കോൺസെപ്റ്റ് മോഡൽ കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ വെർഷൻ ആകുമ്പോഴേക്കും പോപ്പപ്പ് ഹെഡ്ലൈറ്റ്സ് വരുമോ എന്നുള്ളത് അറിയില്ല. എഗെയിൻ പെഡസ്ട്രിയൻ നോംസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വരുവാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമായേനെ. അതുമാത്രമല്ല, ഈ വാഹനം ശരിക്കും പറഞ്ഞതിൻ്റെ ഡിസൈനെ പറ്റി തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. ഇപ്പോൾ ഫ്രണ്ട് ഡിസൈൻ നോക്കാനാണെങ്കിൽ നമുക്ക് വളരെ ബോക്സി ആയിട്ട് ഇരിക്കുന്ന ഒരു ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇപ്പോഴത്തെ വാഹനങ്ങളൊക്കെ ഉള്ള പോലെ കണക്റ്റഡ് DRLs കൊടുത്തിട്ടുണ്ട്. അതൊരൊറ്റ ലൈൻ പോലെ തന്നെയാണ് പോകുന്നത്. ഇടയ്ക്ക് പ്രത്യേകിച്ച് കർവ്സോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഫ്രണ്ട് ഡിസൈനിൽ തന്നെ വരുന്നില്ല. നമ്മുടെ ആ ഒരു സൈഡ് പാനലിലേക്ക് പോകുന്നതല്ലാതെ. അതുപോലെ തന്നെ താഴത്തേക്ക് വരികയാണെങ്കിൽ വേറൊരു ഫോഗ് ലൈറ്റ് പോലത്തെ ഒരു അറേ നമുക്ക് കാണാം. അതുപോലെ അതിൻ്റെ താഴത്ത് കംപ്ലീറ്റ്ലി ബ്ലാക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ബമ്പേഴ്സിൻ്റെ സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. എം ജിയുടെ സൈബർ എക്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പേര് അവർ ശരിക്കും സൈബർ സ്റ്ററിൽ നിന്നും കൂടെയാണ് എടുക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിൻ്റെ പേര് വരുമ്പോഴും സൈബർ വെച്ചിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും എന്നവർ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇവരുടെ സൈബർ ലൈനപ്പ് ഓഫ് വാഹനങ്ങളിൽ വരുന്ന അടുത്തൊരു ഓഫറിംഗ് ആയിരിക്കും ഇത്. സൈബർ സ്റ്റാർ അതിൽ ഒരു ഓഫറിംഗ് ആയിരുന്നു. സൈബർ എന്ന് പറഞ്ഞതുകൊണ്ട് എം ജി ഉദ്ദേശിക്കുന്നത് അവരുടെ കുറച്ചും കൂടെ ഫൺ ആൻഡ് കുറച്ചും കൂടെ, അതായത് എന്തൂസിയാസ്റ്റുകൾക്ക് കേറ്റർ ചെയ്യുന്ന രീതിയിലുള്ള വാഹനങ്ങൾ ഒരു ഫോർമുലയായിട്ടാണ് അവർ പറയുന്നത്. എന്തായാലും ആ ഒരു ഫോമിൽ ഈ വണ്ടി വരുന്നത് കാണാൻ നല്ലതായിരിക്കും. ഇത് കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ സൈസിലുള്ള ഓഫ് റോഡ് ടൈപ്പ് വീൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും പ്രൊഡക്ഷൻ സ്പെക്കിലേക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇതിപ്പോൾ അത്യാവശ്യം ഹൈ പ്രൊഫൈൽ വീൽസാണ്. വീലിൻ്റെ ആസ് സച്ച് സൈസ് ഒരുപാട് കൂടുതലല്ല. എന്തായാലും ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ എം ജി പറയാത്തതുകൊണ്ട് എത്ര ഇഞ്ച് വീലാണ് ഇതിൻ്റെ അകത്ത് വരാൻ പോകുന്നതെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി എന്തൊക്കെയാണ് സ്പെക്കെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും വണ്ടി അവർ കാണിച്ചിരിക്കുന്ന കോൺസെപ്റ്റ് 4.3 മീറ്റേഴ്സോളം ലെങ്ത് വരുന്ന വണ്ടിയാണ്. ഇത് കാണുമ്പോൾ നല്ല വലുപ്പം തോന്നുമെങ്കിലും ആക്ച്വലി 4.3 മീറ്റേഴ്സേ ഉള്ളൂ. റെഫറൻസിന് വേണ്ടി പറയാനാണെങ്കിൽ നമ്മുടെ കറക്റ്റ് ഏകദേശം 4.3 മീറ്റേഴ്സിൻ്റെ അടുത്തേ വരുന്നുള്ളൂ സൈസ്. സോ ആ ഒരു സൈസുള്ള വണ്ടി തന്നെയാണിത്. പിന്നെ വിൻഡോ ലൈൻ്റെ ചുറ്റും ക്രോം എലമെൻറ്റും അതുപോലെ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസും സാധനങ്ങളൊക്കെ ഒരു കോൺസെപ്റ്റ് വാഹനങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ കാണാനാണെങ്കിലും പക്ക ഒരു ബോക്സ് പോലത്തെ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഷോൾഡർ ലൈനും ബാക്കിലേക്ക് വരുമ്പോഴേക്കും കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ പുതിയ ബോക്സി ആയിട്ട് വരുന്ന പ്രാഡോ അതുപോലെ ഡിഫൻഡർ ഇതിൻ്റെയൊക്കെ ഒരു ബേസ്ഡ് ആയിട്ടുള്ള ഡിസൈനാണ് എന്നും വേണമെങ്കിൽ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഫ്രണ്ടും സൈഡും പോലെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ റിയർ ഡിസൈനും. അതും ഭയങ്കര ബോക്സിയാണ്. കണക്റ്റഡ് ടെയിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ പോപ്പപ്പ് ഹെഡ്ലൈറ്റ്സ് ഉണ്ടായിരുന്നു, ബാക്കിൽ പിന്നെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പക്ഷേ ആ കണക്റ്റഡ് ടെയിൽ ലൈറ്റ്സിൻ്റെ കൂടെ തന്നെ മുകളിൽ വേറൊരു ലൈറ്റ് എലമെൻറ്റും പോലെ അവർ കൊടുത്തിട്ടുണ്ട്. ബാക്കി ബമ്പറിൻ്റെ ഡിസൈനൊക്കെ ഏകദേശം നമ്മൾ ഫ്രണ്ടിൽ കണ്ടതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. എം ജിയുടെ ലോഗോ ഉണ്ട്. വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് ഫ്ലേയേഴ്സ് ഒന്നും കോൺസെപ്റ്റ് ആയതുകൊണ്ട് അവർ കൊടുത്തിട്ടില്ല. അതുപോലെ സ്പോയിലറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. സത്യം പറഞ്ഞ് ഇങ്ങനെ ബോക്സി ആയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ സ്പോയിലർ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അതിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ക്യാരക്ടറിനെ കുറച്ച് ഡിഗ്രേഡ് ചെയ്യും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ ഡിസൈൻ ഹെഡ് പറഞ്ഞിരിക്കുന്നതും ഈ വാഹനം പ്രൊഡക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതൊരു ഡിസ്റ്റിങ്റ്റീവ് മോഡലായിട്ട് തന്നെ നിൽക്കും. അവരുടെ എക്സിസ്റ്റിംഗ് വാഹനങ്ങളുടെ പ്രൊഡക്റ്റ് ലൈനപ്പിനെ ഒന്നും തന്നെ റീപ്ലേസ് ചെയ്യാൻ ഈ വാഹനം പോകുന്നില്ല എന്നുള്ളതാണ്. അതായത് എം ജി ശരിക്കും രണ്ട് രീതിയിലുള്ള വാഹനങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇപ്പോൾ പുള്ളി പറയുന്നത്. ഒന്ന് സാധാരണ മാസ് മാർക്കറ്റ് ഓഡിയൻസിനെ കാറ്റർ ചെയ്യുന്ന രീതിയിൽ, പിന്നീട് നമ്മുടെ ഈ സൈബർ സ്റ്റാറൊക്കെ വന്ന പോലെ ഈ ഒരു വാഹനം, ഈ ഒരു കോൺസെപ്റ്റ് രീതിയിലുള്ള വാഹനങ്ങൾ കുറച്ചുകൂടി എന്തൂസിയാസ്റ്റിന് വേണ്ടി കാറ്റർ ചെയ്യുന്ന രീതിയിൽ ഇറക്കുക എന്ന് പറഞ്ഞ ആ ഒരു സംഭവം. എന്തായാലും ഇത് ഇവരുടെ E3 ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലായിരിക്കും വരാൻ പോകുന്നത്. ഇത് വളരെ മോഡേൺ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അതായത് സെൽ ടു ബോഡി എന്ന് പറയുന്ന ഒരു ടെക്നോളജിയിൽ വരുന്ന പ്ലാറ്റ്ഫോമാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി പാക്കും അതുപോലെ ബോഡിയും എല്ലാം ഏകദേശം അറ്റാച്ച്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും വരുന്നത്. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം, ഒന്നാമത്തെ കാര്യം സ്പേസ് യൂട്ടിലൈസേഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം സ്ട്രക്ചറൽ റിജിഡിറ്റി അവർക്ക് കുറച്ചും കൂടെ കൂട്ടാൻ പറ്റും. ബാറ്ററി അഡീഷണൽ ആയിട്ട് വെക്കുന്ന പോലെ തോന്നുന്നില്ല. ഇപ്പോഴത്തെ നമ്മുടെ വാഹനങ്ങളൊക്കെ കാണാം, ബാക്കിൽ ഒരു കവറിങ് ഉണ്ടാവും മിക്ക ICE ടു ഇലക്ട്രിക് കൺവേർട്ടഡ് വാഹനങ്ങളുടെയും. അതായത് താഴത്തെ ബാറ്ററി ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടാവും.
അതിൻ്റെ അകത്ത് അവർ അഡീഷണൽ കവറൊക്കെ കൊടുത്ത് പ്രൊട്ടക്റ്റീവ് കേസ് പോലെയൊക്കെ ആഡും ചെയ്തിട്ടുണ്ടാവും. ഈ വാഹനത്തിന് എന്തായാലും അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവില്ല. വണ്ടി മൊത്തം ഒരൊറ്റ ബോഡി പാനൽ പോലെ തന്നെയായിരിക്കും ഇരിക്കുന്നത്. അതായത് പ്ലാറ്റ്ഫോം ഒരൊറ്റ കൺസോൾ പോലെയൊക്കെ തന്നെയായിരിക്കും അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ തന്നെയാണ് നമ്മുടെ ബാക്കി ഇപ്പോൾ സൈബർസ്റ്റർ പോലുള്ള വാഹനങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക് വാഹനങ്ങളും അതുപോലെ തന്നെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് വാഹനങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത. എന്തായാലും ഇത് ഇന്ത്യയിലേക്ക് വരുമോ എന്നുള്ളത് പോട്ടെ, ഇത് പ്രൊഡക്ഷനിലേക്ക് പോകുമോ എന്നുള്ളതും അവർ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ അഗൈൻ നമ്മുടെ സൈക്കിൻ്റെ ഡിസൈൻ ഹെഡ് സൈക്കിൻ്റെ ഡിസൈൻ ഹെഡാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം നമുക്കറിയാം MG ഇപ്പം സൈക്ക് എന്ന് പറയുന്നൊരു ചൈനീസ് കമ്പനിയാണ് ഓൺ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് ചൈനയുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഗ്രോത്ത് വെച്ച് നോക്കാനാണെങ്കിൽ ഈ വാഹനവും അവർക്ക് അധികം വൈകാതെ തന്നെ പ്രൊഡക്ഷനിലോട്ട് ഇടാൻ പറ്റും എന്നാണ്. സോ അങ്ങനെ വരികയാണെങ്കിൽ ഒരുപക്ഷെ സൈബർസ്റ്റർ ഇന്ത്യയിൽ ഇപ്പം CBU ആയിട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് പോലെ ഇവർക്ക് ഈ വാഹനം കൊണ്ടുവന്ന് കൂടായിക്കൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു വാഹനമായിരിക്കും. സൈബർസ്റ്ററിൻ്റെ പ്രൈസ് ഒന്നും ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. പക്ഷേ അധികം വൈകാതെ തന്നെ ഇവർ ഇറക്കാൻ പോകുന്നൊരു 2 സീറ്റർ സ്പോർട്സ് കാറാണിത്. പറഞ്ഞു വരുമ്പം ഇങ്ങനത്തെ ഒരു അപ്രോച്ച് കുറേ കാലമായിട്ട് ഈ അടുത്ത് ഇന്ത്യയിൽ ആരും എടുത്തിട്ടില്ല. എല്ലാവരും വണ്ടികൾ കൊണ്ടുവരും, അതിപ്പോൾ ഇമ്പോർട്ട് ചെയ്താണ് കൊണ്ടുവരുന്നെങ്കിലും ഇവിടെ ലോക്കലി മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിലും മിക്കതും ഒന്നെങ്കിൽ SUV ആയിരിക്കും, അല്ലെങ്കിൽ ഏകദേശം SUV പോലെ ഇരിക്കുന്ന ഫോം ഫാക്ടറിലുള്ള വാഹനങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ കിയ ഇറക്കിയ പോലെ റീക്രിയേഷണൽ വെഹിക്കിൾ എന്നുള്ള ടാഗ് ലൈൻ കൊടുത്ത് MPV ആയിരിക്കാം. അങ്ങനത്തെ വാഹനങ്ങളൊക്കെയാണ്. പക്ഷേ MG ആണ് ഇപ്പോൾ കുറച്ചും കൂടെ വൈഡ് വെറൈറ്റി ഓഫ് വാഹനങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നത്. ഈ സൈബർസ്റ്ററിൻ്റെ കൂടെ തന്നെ അവർ M9 എന്ന് പറഞ്ഞ ഒരു MPVയും കൊണ്ടുവരുന്നുണ്ട്. MPV അല്ല, ആക്ച്വലി അതൊരു ടിപ്പിക്കൽ വാനാണ്, ഏകദേശം നമ്മുടെ വെൽഫെയറിൻ്റെ ഒക്കെ റൈവലായിട്ട് വരുന്നത്. പക്ഷേ അതിൻ്റെ പകുതി പ്രൈസിൽ ഇലക്ട്രിക് ആണെങ്കിൽ നമുക്ക് അത്രയും കംഫർട്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കിട്ടും എന്നും പറയുന്നുണ്ട്. സോ എന്തായാലും MG JSWയുടെ അക്വിസിഷന് ശേഷം ഇന്ത്യയിലും അത്യാവശ്യം നന്നായിട്ടാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വിൻസർ റിവ്യൂയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് അതിൻ്റെയും സെയിൽസും ഇപ്പോൾ വളരെ കൂടുതലാണ്. 3000 to 3500 ഇടയിലൊക്കെ ഈസി ആയിട്ട് ആ വാഹനത്തിന് ഒരു മാസം സെയിൽസ് കിട്ടുന്നുണ്ട്. 4000 ചില മാസങ്ങളിൽ സെയിൽസ് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഗൈസ്, MGയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻസിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സൊക്കെ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ 1 ലാഖിനോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിവേ ഗൈസ്, ഗുഡ് ബൈ.